ഓക്കെ, വെൽക്കം ബാക്ക് വ്ളോഗ്. അപ്പം ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് സീരിയസ് വ്ളോഗാണ്, കുറേ കോമഡിയൊന്നുമില്ല. അപ്പം നമ്മൾ മുന്നേ ലൈവിൽ ഒരു സ്റ്റെം സെൽ ഡൊണേഷൻ്റെ ഒരു ക്യാൻസർ അവയർനെസ്സിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ അന്ന് നമ്മൾ പറഞ്ഞിട്ടും സ്റ്റെം സെല്ലിൽ മാച്ച് ആവാത്ത 3 പേഷ്യൻസ് ഉണ്ട്, 3 കൊച്ചുകുട്ടികളാണ് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് അവരെ വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പം ഇന്നത്തെ ദിവസം അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും തിരുവല്ലയിലുള്ള അവരെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്നതിന് ഒരു 10 കിലോമീറ്റർ മുന്നേ ഇവിടെ നിർത്തിയിട്ടുള്ള നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. പിന്നെ സ്റ്റെം സെൽ ഡൊണേഷൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാം. ഷമീർ ഇന്നലെ ഷമീറിൻ്റെ ആദ്യത്തെ സ്ട്രീം ചെയ്തിട്ടുണ്ട്. ഷമീർ സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ സ്ട്രീം നമ്മൾ ഈ വ്ളോഗ് ഇടുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ. പക്ഷേ ഇന്നലെ രാത്രിയായിരുന്നു ഷമീറിൻ്റെ ആദ്യത്തെ സ്ട്രീം. ഷമീർ പക്ഷേ ഫുള്ള് ദേഷ്യം പിടിച്ച് എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് ഇറങ്ങി വന്ന് പണ്ടത്തെ തന്നെ കോപ്പി അടിക്കാൻ നോക്കിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് തണുപ്പ് പിടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ സൂപ്പെല്ലാം ആദ്യം പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധമില്ല. അല്ല, ഇന്നലത്തെ ബന്ധമുണ്ട്, ഇന്നലത്തെ രാത്രിയായിട്ട് ഇത് ബന്ധമുണ്ട്. കാരണം എനിക്ക് മിന്നാന്ന് മുതലേ തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അല്ല, അപ്പൊ എനിക്ക് എനർജി ലോസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എനർജി ലോസിന്റെ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ലൈവ് കൊണ്ടുപോകാൻ അത്ര പറ്റിയിട്ടില്ല ഫസ്റ്റത്ത്. അതുകൊണ്ട് അതിൽ കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചാറ്റിന്റെ കുറച്ച് പ്രഷറും ഉണ്ടായിരുന്നു. അതും എല്ലാം അതിന് കാരണം. എന്തായാലും തുടങ്ങിയല്ലോ, എനിക്ക് ആ ഒരൊറ്റ ഇതേ ഉള്ളൂ. നമ്മളിങ്ങനെ തുടങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. 1000 ഇതിലേക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഒറ്റ കാൽവെപ്പല്ലേ, അത് ഞാൻ ചെയ്ത് ഇന്നലെ. ആ ഒരു സന്തോഷം ഉണ്ട് എനിക്ക്. അതിന് ഇന്നലെ ഒരു ഇൻസ്റ്റയിൽ ഒരു കോട്ട് കണ്ടതാ. അല്ല, ഞാൻ ഒരു കോട്ട് കണ്ടതാ ഇന്നലെ. ഞാൻ കുറച്ച് സീരിയസ് ഇതാകുമ്പോ ഈ കോമാളി കളിച്ചിട്ട് കാര്യമില്ല. ഇത്രയും കാലം നിന്റെ ലൈവിൽ വെക്കുമ്പോൾ എനിക്ക് ആ ഒരു ഇത് തോന്നലില്ല. അതായത് ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നില്ല. എന്താ പറയുക, ഒരു ടെൻഷൻ പരിപാടിയൊന്നും തോന്നില്ല. ഒറ്റയ്ക്ക് കഴിയുമ്പോൾ നീ പറഞ്ഞ പോലെയാണ് ശരിക്കും ഭയങ്കര പ്രഷറും. നമുക്ക് എന്താ പറയാ, നമുക്ക് വേറെ കൂട്ടത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഇതല്ല. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്ര വലിയ പണിയില്ലല്ലോ. നിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അത്ര വലിയ. അപ്പൊ നീ സ്ട്രീം ചെയ്യുമ്പോൾ ഒരാളെ 1-2 ആൾക്കാരെ കൂടെ ഇട്ടെന്നാ നന്നായിരിക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഇത് വേണമല്ലോ നമുക്കൊരു സ്ട്രീമർ എന്ന് പറയുമ്പോൾ. അല്ല, ഒരൊറ്റക്കൊരു ഇത് വേണമല്ലോ. അങ്ങനെ ചെയ്യാം. കുറച്ച് പ്രശ്നമായിരിക്കും, പക്ഷെ അങ്ങനെ ചെയ്ത് ശീലിക്കാം. നിന്റെ പേര് നിൽക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നിന്റെ സൈഡിൽ നിൽക്കുന്നു, നീയല്ല ഇത് മൊത്തം ചെയ്യുന്നത്. ഇതിന്റെ പ്രഷറും കാര്യമെല്ലാം നീ എടുത്ത് നീ ചെയ്യുന്നു. നമ്മളിങ്ങനെ ജസ്റ്റ് ഇടയ്ക്ക് 2 കൗണ്ടർ അടിച്ചിട്ട് ഇങ്ങനെ മാറിക്കുന്നു. ഇതേ നമുക്കുള്ള ഇതുള്ളൂ. നമുക്ക് വലിയ റോളില്ലല്ലോ ഇതിൽ. ഇപ്പം അത് ശരിക്കും ഇത് മനസ്സിലാവും. നമുക്കൊന്ന് ഓരോരാൾക്കും മനസ്സിലാവാൻ തുടങ്ങും. ഇത് ഇപ്പം എനിക്ക് മനസ്സിലായി, മമ്മൂന് ആദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ബാക്കി എല്ലാവരും കൂടി ഇതിപ്പോൾ അനുഭവിക്കും ഇതിന്റെ ഇത് എന്താന്നുള്ളത്. ഇതുവരെ വേറെ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെയല്ല, ഫസ്റ്റ് സ്റ്റാർട്ടിങ് അങ്ങനെ ആയിരിക്കും നമുക്ക്. നമുക്കിത് അറിയില്ലല്ലേ, ഞാൻ തുടക്കത്തിലല്ലേ. അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് അതെല്ലാം തന്നെ മെയിൻ പ്രശ്നം. ഇതൊന്ന് ട്രാക്കിലേക്ക് ആയി കിട്ടിയാൽ സെറ്റപ്പ് ആയിരിക്കും. അതെല്ലാം ഇതും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എന്ത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ ഇതായിരിക്കും. നിനക്ക് എങ്ങനെ ഉണ്ടായാൽ തുടങ്ങിയാലോ? നിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ തുടങ്ങിയാലുള്ള ഇതന്നെടാ. എല്ലാവർക്കും തുടങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും, പക്ഷെ പേടി കൊണ്ടാരും ചെയ്യൂലേ അല്ലേ. എനിക്ക് ഇന്നലെ നല്ല പേടി ഉണ്ടായിരുന്നു നമുക്കറിയാം. കാരണം എന്റെ വർത്തമാനത്തിലുണ്ട്, ആ പുതുങ്ങലുണ്ട്. ഞാനാണെങ്കിൽ അങ്ങനെ അല്ല, ഞാനും പുതുങ്ങലുണ്ട്. ഞാൻ പുതുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ലൈവ് ഞാനല്ല, എല്ലാരും ഉണ്ടായിരുന്നു. അല്ല, ഫസ്റ്റത്തെ ലൈവില് റാമ്പ് ഉണ്ടായിരുന്നു. ഇല്ല, ഫസ്റ്റ് ഒറ്റക്കൊരു ഇരുത്തായിരുന്നു. അല്ല, ഫസ്റ്റ് ഒറ്റക്കൊരു ഇരുത്തായിരുന്നു. ഞാൻ കാണിച്ചോട്ടെ. ഞാൻ കാണിച്ചോട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ നീ എന്റെ അടുത്ത് കയറാൻ പറഞ്ഞു. ആണോ? പിന്നെ ഇവൻ പകുതിയോളം ഇരിക്കാനാ. ഈ മുഖം നോക്കടാ നീ. ഇവൻ പകുതിയോളം ഇരിക്കാനാ, പിതുങ്ങിയിരിക്കാനാ. ആണോ? പിന്നെ ഞാൻ പറയുന്നത് ചില പോരായ്മകളെല്ലാം നമ്മളെല്ലാവരും തുടങ്ങുമ്പോ ഫസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് ക്ഷമിക്കുക. ഈ സ്ട്രീമില് നീയേ ഇല്ല. എന്താ നോക്ക്, ഈ സ്ട്രീമില് നീ ഇല്ല, ആരുമില്ല. അവൻ ഒറ്റക്കാ, ഫുള്ള് ഒറ്റക്കാ, തീരുന്നവരൊറ്റക്കാ. ശരിയാ. ശരത്തല സൈഡ്. അത് കഴിഞ്ഞ് ശരത്ത് ഇങ്ങനെ വിഷമം പറഞ്ഞ് എനിക്ക് റോളില്ലല്ലോ. എന്നിട്ട് അത് രണ്ടാമത്തെ ലൈവ് മമ്മൂറ്റക്കാടാ. ഇവിടെ ഈ സൈഡിൽ ഞാൻ
എന്ത് അവിടെ ഞാൻ കാണുന്നില്ല. പിന്നെ ഇത് ഞാൻ ഇല്ല ഞാൻ ലാസ്റ്റാ കയറി ഇരുന്നത്. പക്ഷെ നീ വിടണത് മൂന്നാമത്തെ ലൈവില് ശരത്ത് പറഞ്ഞ എനക്ക് എന്നാ ഞാൻ ഇത്രയും സൈഡായില്ല എനക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരത്ത് വേഷവും കെട്ടി ഇറങ്ങുന്നത് ആ കോമാളി. മൂന്നാമത്തെ ലൈവ് ഒന്നല്ലേ ശരത്ത് വരുന്നല്ലേ? അതെ 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 അതെ. ഈ ബാക്കിലൊന്നും ഇതാക്കിയതല്ലേ? ഞാൻ ക്യാമറയുടെ ബാക്കിൽ ഇരിക്കല്ലേ. അതായത് ഇതില് സ്ക്രീനിലെല്ലാം കാണൂല, ലൈവിന്റെ സ്ക്രീനിലെല്ലാം കാണൂല, പക്ഷെ ക്യാമറ തൊട്ട് ബാക്കില് ഭയങ്കര ഇരുന്നിട്ട് ഇങ്ങനെ ആക്ഷൻ ആക്കും. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ല ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്ത്യയും മറ്റേ ഞാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ഫസ്റ്റ് എന്തായാലും ആണോ ഞാൻ പറയുന്നത് ആദിലിന്റെ ഫസ്റ്റിന് ഒരിക്കലും ആദിലല്ല ഇതുവരെ ഒരിക്കൽ ചെയ്ത് ജാസി ഒറ്റക്ക് നീയായിട്ട് ഒരിക്കൽ ഇരുന്ന ഞാൻ ഇല്ലാണ്ട്. പക്ഷെ ആദിലാണ് തീരെ ഇരിക്കാത്ത. ആദിലും റാംബോവും ഒറ്റക്ക് ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇതുവരെ ചെയ്യാത്ത. നീ ഇല്ലാതെ ഞാനും ജാസി ഇരുന്നത്. ജാസി ഇരുന്നല്ലോ നിന്നെ വന്നിച്ച് ഒറ്റക്ക് ഇരുന്നില്ലല്ലോ. കുര്യൻ എന്താ ഗെയിമിംഗാ? കുര്യൻ ഗെയിമിംഗ് എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അല്ല സ്ട്രീം ചെയ്യാൻ ആഗ്രഹമുണ്ടോ? സ്ട്രീമിംഗ് പറഞ്ഞ ഗെയിമിംഗ് സ്ട്രീമിങ്ങിന് എത്ര ആഗ്രഹമുണ്ട്? ഗെയിമിംഗ് ഒരു 95% ആഗ്രഹം. ഗെയിമിങ്ങിനോ? ഗെയിമിംഗ് 100. അപ്പൊ ഗെയിം സ്ട്രീം ചെയ്യാൻ പോവാ. എനിക്ക് ഏത് സ്ട്രീമറെ പോലെ ആകാൻ ആഗ്രഹം? സ്ട്രീമർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്നെ തന്നെ പോലെ ആകാൻ ആഗ്രഹം. വേറെ കാര്യം പറ. സ്പീഡിനെ പോലെ. സ്പീഡിന്റെ ഫാനാണ്. ശരിയായ സ്പീഡ് ഫാനാണ്. നിനക്ക് ആരെ പോലെ ആണ് ഇഷ്ടം? എനിക്ക് അങ്ങനൊന്നുമില്ല. അങ്ങനെ ഇതില്ല. നീ എന്തൊരു ബുദ്ധിനിയാ. അങ്ങനെ കളിച്ചതില്ല. നിനക്ക് ഏത് സ്ട്രീമറെ പോലെ ഇഷ്ടം? ഏത് സ്ട്രീം പറയാ? നീ അതിനെ പോലെയാ. പേടിച്ചിട്ട് ഇങ്ങനെല്ലാം എന്താ പറയലേ? അതെ നീ പറ. നീ എന്താ പറയാൻ വന്നില്ല? ഇവന് മൈക്ക് എടുക്കുമ്പോഴേക്കും ഫുള്ള് പുതുങ്ങി പേടിക്കൂല. ഇവന് പണ്ടേ ആഗ്രഹമുണ്ട് നീ അതിനെ പോലെ ആവണമെന്ന്. അതല്ലേ ഇവൻ പണ്ട് 5000 ഡയമണ്ട് ഇട്ട് കൊടുത്തത്. മമ്മൂന ഏത് സ്ട്രീമറെ പോലെയാണ് ഇഷ്ടം? എനിക്ക് സ്പീഡ്. റാംബോക്കാരെ ഇഷ്ടം? ഏത് സ്ട്രീമറെ പോലെയാണ് എനിക്ക് ഇഷ്ടം? ഫൂസി മെൽസ്ട്രോയ്. മെൽസ്ട്രോയാ? ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചതാ. ഇതെല്ലാം ഇവന്മാർക്ക് സ്ട്രീമിങ്ങിൽ ആരെല്ലാം ഉണ്ടെന്ന് പോലും ഇവന്മാർക്ക് അറിയില്ല. എനിക്ക് ഞാൻ ശരിക്കും ആലോചിച്ചിട്ടില്ല അത്. ഞാൻ കുറെ സ്ട്രീമേഴ്സിന് ഇൻസ്പിറേഷൻ എടുക്കലുണ്ട്. പണ്ട് എനിക്ക് സ്പീഡിനെ പോലെ ആനായിരുന്നു ആഗ്രഹം. പിന്നെ ഫൂസി നല്ല, മെൽസ്ട്രോയി നല്ല, കൈ മിസ്റ്റർ വീസ്റ്റ് സ്ട്രീമർ അല്ല. പിന്നെ വേറെ ആരെല്ലാം ഉണ്ടല്ലോ. ഇതെന്ത് മൊണ്ണത്തരം പറയുന്നവനല്ലോ. ഫുട്ബോൾ പ്ലെയർ, യൂട്യൂബർ. സീരിയസ് ലൈവ് അല്ല, സീരിയസ് വ്ളോഗ് എന്ന് പറഞ്ഞോണ്ട് മമ്മ കോമഡി എല്ലാം വിട്ട് കോമാളിത്തരെല്ലാം വിട്ട് സീരിയസ് ചോദ്യങ്ങൾ ചോദിക്കുന്ന. അതായത് ലൈവ് സ്ട്രീമിങ്ങിലേക്ക് ഇറങ്ങാൻ എന്താ കാരണം? അത് പല കാരണങ്ങളും എനിക്കറിയില്ല. സത്യത്തിൽ ഭയങ്കര ആലോചിക്കുന്നത്. അത് ചോദിക്കുമ്പോ ആലോചിക്കും ഞാൻ എന്തുകൊണ്ട് പൈസ ഞാൻ മറന്നുപോയി. അതന്നെയല്ലേ അൾട്ടിമേറ്റ്. പൈസക്ക് കൊണ്ട് എല്ലാരും നീ ഇപ്പൊ സ്ട്രീം ചെയ്യുന്നത്. അതെ, എല്ലാവരും പൈസക്ക് കൊണ്ട് തന്നെ. അതായത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ തുടങ്ങുമ്പം പൈസക്ക് വേണ്ടിട്ട് എല്ലാം തുടങ്ങുക. അത് സ്ട്രീമിംഗ് ആയാലും ആക്ടിങ് ആയാലും സിംഗിങ് ആയാലും എല്ലാ സാധനവും നമ്മൾ ലോകത്തെ എല്ലാ സാധനം ആരും പാഷന് വേണ്ടിട്ട് തുടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കാര്യം പറയാം. എല്ലാവരും പൈസക്ക് വേണ്ടി തന്നെയാണ് തുടങ്ങാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാൻ വേറെ എന്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ പൈസക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ തുടങ്ങി പൈസ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സാധനം വരും. ഇതിന്റെ അപ്പുറത്ത് ഒരു പർപ്പസ് എല്ലാം ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ നമുക്ക് പാഷൻ വരുന്നത്. മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാൻ പാഷനേറ്റ് ആണ്. ഇപ്പൊ പൈസനേക്കാളും എനിക്ക് പാഷൻ തന്നെയാണ്. നമ്മൾ കഴിച്ചോണ്ടിരിക്കല്ലോ ഇവിടെ. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചതിന്റെ ബാക്കി പറയാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് നേരെ പോകാൻ പോവാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മള് ഇവിടെ പേഷ്യൻസിന്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഇന്നപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് മിഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതാരാ? എനിക്ക് തോന്നുന്നു പേഷ്യന്റിന്റെ ഫാദർ ആയിരിക്കും മിക്കവാറും. ചേട്ടാ എന്നൊക്കെ ഉണ്ട്? സുഖമല്ല? ഒരു കോട്ടയം ആക്സെന്റ് പിടിക്കാൻ തമ്മില. കോട്ടയത്ത് വന്നാലേ എന്നൊക്കെ ഉണ്ട് വിശേഷം? അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള സൗരവിനെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഡിസിയർ ഗ്രേസ് ഇല്ലേ? ഓക്കെ. നമ്മളെ DKMSന്റെ സ്റ്റെം സെൽ ഡൊണേഷന്റെ ലൈവ് കണ്ടവർക്ക് അറിയാം. അപ്പം നമ്മൾ അതിൽ ആ വീഡിയോയിൽ കാണിച്ച പേഷ്യൻ ഫാമിലിന്റെ വീടാണിത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് കോമഡിയും കോമാളിത്തരങ്ങളൊന്നും ഇല്ല. കുറച്ച് സീരിയസ് വിഷയം, കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് മിഷനുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേരെ പോയിട്ട് കാണാം. ഹായ് ഗൈസ്. ഗ്രേസി വീട്ടിലാണോ? ആണോ?
അല്ല ഇതാ ഇവര് 3 പേരാ അല്ലേ? ഹായ് ഗൈസ്, വാ ഇവിടെ ഇരുന്നോ. ആർക്കാ നാണം കൂടുതൽ? ഇവനക്കാണോ? ഇരിക്കേ, വാ ഇങ്ങോട്ടിരിക്കും അടുത്തോട്ടിരിക്കും. മോളിരിക്കും. ഇതാ ഫാദർ, ഇതാ നിങ്ങളാണോ? ആ ഓക്കെ. മോൻ്റെ പേരെന്താ? മോൻ്റെ ഫൈസി. മോള് ഫൈഹ. ഫൈസി ഫൈഹ. ഓക്കെ. അപ്പം 3 പേര് ഗൈസ്. നമ്മൾ അന്ന് ലൈവിൽ റിയാക്ട് ചെയ്ത വീഡിയോയിലുള്ള ഇവർ 3 പേരായിരുന്നു ഗൈസ്. നമ്മളിവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് മിഷനായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് തൽസീമിയ എന്ന് പറഞ്ഞൊരു രോഗത്തിലാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് എത്ര ഇത് വന്നു? 400 രജിസ്ട്രേഷൻസ് വന്നു. ഓക്കെ. അപ്പോൾ 400 പേരിൽ കൂടുതൽ എന്തായാലും സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ, ഇതുവരെ മാച്ച് ആയിട്ടില്ല തോന്നല. അതെ, ഗ്രേസ് ഒന്ന് മാറിയിരിക്കുന്നത്. അന്ന് ലൈവില് എന്തെങ്കിലും മോശം അനുഭവം ഒന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു? അയ്യോ അവിടെ ഒന്നും വാങ്ങിയില്ലല്ലേ? മറന്ന് നമ്മള് തിരക്കിന്. ഞാൻ ജീവിതത്തിൽ അതിന് ഇത്ര നേരത്തെ എണീക്കുന്നു രാവിലെ. ഞാൻ എപ്പോഴും വൈകുന്നേരം 5 മണിയാണ്, 4 മണി 5 മണി ആയതുകൊണ്ട് എന്നെ തല പൊങ്ങൂല. ഞാൻ ജീവിതത്തിൽ അതിന് രാവിലെ 8 മണിക്ക് 7 മണിക്കല്ല എണീക്കുന്നത്. ഞാൻ മറന്ന് തിരക്കിട്ട് ഓടുന്നതിൻ്റെ ഇടയിലായിരുന്നു. അപ്പം എന്തായാലും തൽസീമിയ എന്നുള്ള ഡിസീസാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റെം സെൽ ഡൊണേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 400+ ഡോണേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് പോരാ, അതിലും കൂടുതൽ ഡോണേഴ്സിന് വേണം. എനിക്ക് തോന്നുന്നു ഇത് എത്ര ഡോണേഴ്സാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മളൊരു കണക്ക് വെച്ചിട്ട് 10 ലക്ഷത്തിൽ ഒരാൾക്കാണ് കിട്ടാനുള്ള സാധ്യത. നമുക്ക് അത്രയും കൂടുതൽ രജിസ്ട്രേഷൻസ് കിട്ടിയാലാണ് അത്രയും ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് മാച്ച് ആവുന്ന ഒരു സ്റ്റെം സെൽ ഡോണറും മാച്ച് ആവണമെങ്കിൽ 10 ലക്ഷം ആൾക്കാർ ഇതിൽ ഡോണേഴ്സായിട്ട് വന്നാൽ അതിലൊരാൾക്ക് മാച്ച് ആവാൻ സാധ്യതയുള്ളൂ. അങ്ങനെയല്ലേ? അല്ലേ? ഒരു കണക്ക് വെച്ചിട്ട് 10 ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഡോണർ മാച്ച് ആവാൻ സാധ്യതയുള്ളൂ. ഓക്കെ. സാധാരണ നമ്മൾ എന്തെങ്കിലും ഇതാണെങ്കിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് പൈസ കൊടുത്താൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് ഇതുപോലെ. അപ്പം ഈ സ്റ്റെം സെൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസ കൊടുത്താൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല. എത്ര കൂടുതൽ ആൾക്കാർ ഇത് രജിസ്റ്റർ ചെയ്യുന്നോ അത്രയും ഇവർക്ക് ഡോണേഴ്സ് മാച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എന്തായാലും നമ്മൾ കഴിഞ്ഞ ലൈവ് പോലെ തന്നെ താഴെ നമ്മൾ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പറ്റുന്നവരെല്ലാം മാക്സിമം ഡോണേഴ്സ് ആവാൻ ശ്രമിക്കുക. ഇതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. അല്ല ശരിക്കും ഇവർക്ക് എന്നാ അറിയോ? അറിയോ? കാണലുണ്ടോ? എന്താ എൻ്റെ പേരെന്താ? നിനക്കറിയാല്ലേ? നിനക്കോ? കാണലുണ്ട്? വീഡിയോ കാണും? എങ്ങനെ അറിയാം? എങ്ങനെ വീഡിയോ ആരാ പറഞ്ഞു? ആരാ കാണിച്ചു തന്നെ? ഫ്രണ്ട്സോ? ഇവിടെ ഫ്രണ്ട്സ് ഉണ്ടോ? ഇവിടെ അടുത്തൊക്കെ പിള്ളേരുണ്ടോ? ഫ്രണ്ട്സ് ഉണ്ടോ? ഉണ്ടോ? ഇതിലെന്താ ആയാണോ? ഈ അസുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അയൺ. നമ്മുടെ ശരീരത്തിൽ ഫെർട്ടിന്റെ അളവ് കൂടും. അത് 600 താഴെ വരാൻ പാടുള്ളൂ. ഇയാളെ സംബന്ധിച്ച് അതിപ്പോ 6000 ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസത്തിൽ 20 ദിവസം കൂടും. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വന്ന് ഹാർട്ട്, സ്പ്ലീൻ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടി. അപ്പൊ ഈ മെഷീൻ അത് ബാലൻസ് ചെയ്യോ? ഇത് അത് കുറയ്ക്കാനുള്ള മെഡിസിൻ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മെഷീനോ? ഇതിൽ ലൈറ്റ് കാണുന്നു? ഒരു മെഷീൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ. ലോഡ് ചെയ്ത് വെച്ചിരിക്കുക മെഡിസിൻ. ഇത് ഇങ്ങനെ പ്രസ് ആവും അല്ലേ? ടൈമിങ്ങിനനുസരിച്ചിട്ട് മെല്ലെ മെല്ലെ പ്രസ് ആവും. 12 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് അത് ഫിനിഷ് ആവും. ഓരോ 12 മണിക്കൂർ കൂടുമ്പോൾ ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്കല്ലെങ്കിൽ പോലും അതെ. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അഥവാ നിങ്ങളിപ്പം ഈ ഇത് ഡൊണേറ്റ് ചെയ്തിട്ട് ഇവർക്ക് മാച്ച് ആയിട്ടില്ലെങ്കിൽ പോലും വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് മാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട്. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടും എന്തായാലും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറ്റുന്നവരെല്ലാവരും ഡോണർ ആവാൻ ശ്രമിക്കുക. രജിസ്ട്രേഷൻ മാത്രമല്ല വേണ്ടത്, ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അതായത് ഒരു ഡോണർ ഞാൻ ആകും, ആ ഒരു ഉറപ്പിൽ വേണം രജിസ്റ്റർ ചെയ്യാൻ. അഥവാ ആ ഡോണർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഫൈനൽ സ്റ്റേജ് വരെയും ആ ഒരു മനസ്സിൽ തന്നെ മുന്നോട്ട് പോകും. കഴിഞ്ഞ ആഴ്ച 1 മാസത്തോളം ഇയാൾ വെന്റിലേറ്റർ ICUലൊക്കെ ആയി. കഴിഞ്ഞ മാസം 8-ാം തീയതി കയറിയത്. കഴിഞ്ഞ ആഴ്ചയും ഡിസ്ചാർജ് ചെയ്തത്. ഡോക്ടർ പറഞ്ഞത് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡോണറെ അന്വേഷിച്ച് നടന്ന് പുതിയായി. ഇവന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാനേ പറ്റത്തില്ല. രണ്ടും കൽപ്പിച്ച് ഞങ്ങളിൽ ആരെങ്കിലും ഹാഫ് മാച്ചോ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയത്തില്ല. അതെങ്ങനെ മനസ്സിലായില്ല? ഫുൾ മാച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഹാഫ് മാച്ച് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് റിസ്ക് കൂടുതലാണ്. പൈസ ചെലവും കൂടുതലാണ്, റിസ്ക്കും കൂടുതലാണ്.
30% പേഷ്യൻസിന് ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഒരു ഫുൾ മാച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി 70% പേഷ്യൻസിനോട്. അപ്പൊ നിങ്ങൾ ഫാമിലിയിൽ മാച്ച് ഇല്ല നോക്കിയോ? മൊത്തം നോക്കി? ഇന്നലെ എന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യം കുറയുന്ന പോലെ ഒരു പേടി ഉമ്മിന്ന് പറഞ്ഞു. ട്രാൻസ്പ്ലാന്റിന്റെ കാര്യത്തിലോട്ട് പോകുന്നതോടെ എനിക്ക് പേടി. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ പറഞ്ഞു എനിക്ക് കുറെ യാത്ര ചെയ്യണം. ഞാൻ പറഞ്ഞത് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ ബോഡി ഓക്കെ ആവണം. ഈ 20 ദിവസം കൂടുമ്പോൾ നീ എവിടെ യാത്ര ചെയ്യും തോറും ബ്ലഡ് ഇങ്ങനെ കയറ്റിക്കൊണ്ട് കിടക്കട്ടെ. ഈ സംഭവം വെച്ചുകൊണ്ടിരിക്കേണ്ടത് ഞങ്ങളല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഇതേപോലെ നടക്കുന്ന ഒരുപാട് ഫാമിലീസ് പ്രതീക്ഷ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ അവർ ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. മാക്സിമം ഒരു 3-4 ദിവസം അവർക്ക് നഷ്ടപ്പെടുകയും. പക്ഷെ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ദൈവത്തെ പോലുള്ള ഒരു ഇതില്ല. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ. ആസ് ഐ സെഡ് നമ്മൾ അന്ന് ലൈവിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡോണേഴ്സിന് നമുക്ക് ആവശ്യം, കുറച്ചധികം ഡോണേഴ്സിന് നമുക്ക് ആവശ്യമാണ്. നമ്മൾ അന്ന് ആ ക്യാമ്പയിൻ നടത്തിയതിൽ 400+ ആൾക്കാർ ഡോണേഴ്സ് ആകാൻ മുന്നോട്ട് വന്നെന്ന് പറഞ്ഞത് വലിയ സന്തോഷം. കാരണം നമ്മളെ ഓഡിയൻസിൽ 400 ആൾക്കാർ ഈ സ്റ്റെം സെൽ ഡൊണേഷന് മുന്നോട്ട് വന്നെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നമ്മളെന്തായാലും ഇത് കഴിഞ്ഞ് നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോൾ സൗരഭ് ബ്രോ 2 വാക്ക് DKMSനെ കുറിച്ച്. DKMS എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? നമ്മൾ ഈ ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം എങ്ങനെ തുടങ്ങി, എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്ത്? DKMS 1991 ജർമ്മനിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റോറി എന്ന് പറയുമ്പം ഒരു ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ വൈഫിന് കൊടുത്ത ഒരു പ്രോമിസാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വൈഫിന് ഇതേപോലെ ഒരു ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു മാച്ചിങ് ആയിട്ടുള്ള സ്റ്റെം സെൽ ഡോണർ വേണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിക്കാരി മരിച്ചു പോകുന്നതിന് മുന്നേ പുള്ളിക്കാരൻ കൊടുത്തൊരു പ്രോമിസാണ്, വേറെ ആർക്കൊക്കെ ഈ അസുഖം ബാധിച്ചിട്ടുണ്ടാവുമോ അവർക്കൊക്കെ നമ്മളൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെം സെൽ ഡോണർ കണ്ടുപിടിക്കാൻ അവരുടെ സൈഡിൽ നിന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ മകളും കൂടെ DKMS ഫൗണ്ട് ചെയ്യുന്നത്. ജർമ്മനിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളന്ന് ലാസ്റ്റ് ലൈവിൽ ഈ സംഭവം നമ്മൾ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യനാണ്, എന്തിന് DKMS ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു, എന്തിന് ഇവരിങ്ങനെ ചാരിറ്റി ചെയ്യുന്നു, ഇതിന്റെ ഫണ്ടർ ആരാ, ഇതിൽ നിന്ന് പേഷ്യൻസിന് ഡോണറെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പേ ചെയ്യണോ, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്താ? നമ്മളിത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഹസ്ബൻഡ് പുള്ളിക്കാരൻ്റെ വൈഫ് മരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്. ആ ഒരു മിഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ആ സമയം മുതലേ വന്നു ജർമ്മനിയിൽ നിന്ന്. പിന്നെ അങ്ങനെ ഓൾ ഓവർ ദ വേൾഡ് നമ്മളിപ്പം 7 കൺട്രീസിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിലും ഇതേപോലെ ഒരുപാട് പേഷ്യൻസിന് ഈ മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റെം സെൽ ഡോണേഴ്സിനെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് DKMS ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫണ്ടിങ്ങിൻ്റെ കാര്യം നമ്മൾ പറയുമ്പം ഈ കോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ ചാരിറ്റിയും അല്ലെങ്കിൽ അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഫണ്ട് റേസിങ് അങ്ങനെ ഡൊണേഷൻസ് ചെയ്യുന്ന കുറേ കമ്പനി ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ ഈ ഒരു നല്ല കോസിന് വേണ്ടി ആയതുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ആ ഒരു ബിലീഫിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ ഫണ്ട് റേസ് കിട്ടുന്നത്. അതാണ് ഞങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇതിന്റെ മൊത്തം പ്രൊസീജിയർ ഒന്ന് ഒരാൾക്ക് ഡോണറാകാൻ താല്പര്യമുണ്ട്, അപ്പോൾ അയാൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഇതിന്റെ താഴെ ഈ വ്ളോഗിന്റെ താഴെ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്യാൻ വരും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് അഡ്രസ്സ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു കിറ്റ് വരും. അത് നമ്മൾ ആ കിറ്റിനകത്ത് 3 സ്വാബ് പോലെ ഒരു നമ്മുടെ ഈ കോട്ടൺ ബഡ് പോലെ സാധനം ഉണ്ടാവും. നമ്മുടെ വായിലെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പിന്നെ ഈ ഗംസിലും വെച്ച് റബ്ബ് ചെയ്ത് നമ്മൾ ആ വരുന്ന കിറ്റിനകത്ത് തന്നെ എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഡോണറാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് സബ്മിറ്റ് അടിക്കുമ്പോൾ വരുന്ന കിറ്റിൽ ഒരു ബഡ്സ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അതെടുത്ത് വായിലിട്ടൊന്ന് ഇതാക്കിയിട്ട് അത് തിരിച്ച് അവർക്ക് തന്നെ അയച്ചു കൊടുക്കണ്ട, അവർ കളക്ട് ചെയ്യാൻ വരും. അത് അയച്ചു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ഡോണറാകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളെയും പേഷ്യൻ്റായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ദിവസം മാറ്റി വെച്ച് വരും. അപ്പോഴും അവർക്ക് ഇതേപോലെ ഒരു ചോയ്സ് ഉണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ചിലപ്പം കുറെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഒരു കോൾ വരുന്നത്. പക്ഷെ അപ്പോഴും ചോയ്സ് ഉണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ ഫുൾ പ്രോസസ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോൾ വരുവാണെങ്കിൽ ഓക്കെ പറഞ്ഞ് പ്രൊസീഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ അഥവാ ഒരു മാച്ച് ആയി കഴിഞ്ഞാൽ എന്താ പറ്റാൻ പോകുന്നത് ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞുതരാം. ഞങ്ങൾ DKMS നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ ഒരു അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. അങ്ങനെ നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഹെൽത്ത് ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇത് സേഫ് ആണോ, നിങ്ങൾക്ക് വേറെ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്ക് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിൻ്റെ എല്ലാം ഇത് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡൊണേഷന് പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സ്റ്റെം സെൽ അല്ലെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ
ഭയങ്കര എന്തോ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്, ഇങ്ങനെ സർജറി പോലൊക്കെ നമ്മൾ ചിലപ്പം വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വെറും സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഇതിട്ടിട്ട് സൂചി പോലെ അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ പ്രൊസീജിയർ. വേറെ അതിനും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അതിൽ കൂടെ നമ്മൾ സ്റ്റെം സെൽസ് മാത്രം എടുക്കും. അതേസമയം വേറെ ഈ കൈ കൂടെ നമ്മൾ ഈ എടുത്ത ബ്ലഡിൽ നിന്ന് സ്റ്റെം സെൽസ് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം തിരിച്ച് നമ്മുടെ ബോഡിയിൽ തന്നെ കയറ്റും. അപ്പോൾ നിങ്ങളുടെ സ്റ്റെം സെൽസ് മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഈ ബോഡിയിൽ നമ്മൾ തിരിച്ച് എടുക്കും. അപ്പോൾ ഈ സ്റ്റെം സെൽസ് മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് വേറെ ഇപ്പോൾ ചിലവൊന്നുമില്ല, അത് ബോഡിക്ക് വേറെ ഹാംഫുൾ എഫക്ട്സ് ഒന്നുമില്ല. ഈ നമ്മുടെ ബോഡിയിൽ തന്നെ ഇത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. വിത്തിൻ 2 weeks തന്നെ ഈ തിരിച്ച് നമ്മൾ കൊടുത്ത സ്റ്റെം സെൽസ് എല്ലാം നമ്മുടെ ബോഡി തന്നെ തിരിച്ചത് റീജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ആസ് ഐ സെഡ്, നമ്മളെ ലൈവിൽ നിന്നും 400-ലധികം രജിസ്ട്രേഷൻസ് വന്നു. ഈ വ്ളോഗിൽ നിന്നും അതിലും കൂടുതൽ. ഈ വ്ളോഗിലാണ് നമ്മളിതൊരു റീലാക്കിയിട്ട് വിടും. നമുക്ക് മാക്സിമം ഇത് പുഷ് ചെയ്ത് മാക്സിമം രജിസ്ട്രേഷൻസ് പിടിക്കണം. ഓക്കെ, കാരണം 10 ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവർക്കൊരു ഡോണറെ കിട്ടൂന്നല്ല. ഇതിൻ്റെ കണക്കനുസരിച്ചിട്ട് 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ മാച്ച് കിട്ടും. അപ്പോൾ അത്രയും കൂടുതൽ രജിസ്ട്രേഷൻസുമാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന. നമ്മളെ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന മാക്സിമം രജിസ്ട്രേഷൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഓൾ ഓവർ ദ വേൾഡ് രജിസ്ട്രേഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഈ 3 കുട്ടികളെ കണ്ടുപോലെ കുറേ പേഷ്യൻസ് ഇന്ത്യ ഒട്ടാകെയും ലോകത്ത് മൊത്തം കുറേ പേഷ്യൻസ് ഇങ്ങനെ ഒരു മാച്ച് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതാണുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഞാനായിരിക്കും, നിങ്ങളായിരിക്കും, ആർക്കാണ് ഇത് മാച്ച് ആവാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ചാൻസാണ്. അത് നമുക്ക് കുറേ സമയമില്ല. ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ അവർ ആ ഒരു ഇതിൽ കൂടെ കടന്നു പോവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു മാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കൊരു സെക്കൻഡ് ചാൻസ് ജീവിതത്തിൽ കിട്ടും. പിന്നെ ഈ തൽസീമിയ എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന് ഒരു 12-13 വയസ്സ് വരെയാണ് കുട്ടികൾക്ക്. ആ സമയത്തിനുള്ളിൽ നമ്മൾ നടക്കുവാണെങ്കിൽ, ഈ ഒരു ഡൊണേഷൻ നടക്കുവാണെങ്കിലാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ ഏജ് കൂടുന്തോറും റിസ്ക് കൂടും. അതുകൊണ്ടാണ് ഇപ്പം ഈ മൂത്ത കുട്ടി, അവന് 12 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഹാഫ് മാച്ചിൻ്റെ കാര്യം പറഞ്ഞത്. ഹാഫ് മാച്ചായിട്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിൽ. അപ്പോൾ മാക്സിമം 13 വയസ്സ് 14 വയസ്സിനുള്ളിൽ ഇതെന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. 12 വയസ്സിനുള്ളിൽ ചെയ്തതാണ്. 12 വയസ്സിനുള്ളിൽ കൂടുന്തോറും റിസ്ക് കൂടും. പിന്നെ ബോഡിയിൽ ഇവർ ഈ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നതിന് വരെ ഇവർ ഓരോ ഇത്ര ദിവസത്തിനുള്ളിൽ പോയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യും. ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ബോഡി. അത് കയറ്റും തോറും കൂടുതൽ കോംപ്ലിക്കേഷൻ അവരുടെ ബാക്കിയുള്ള ഓർഗൻസിനെയും ബാധിക്കും. അപ്പം നമുക്ക് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ റിസ്ക്കും എഫക്ട്സും ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും കുറച്ച് വന്നിട്ട് ഏറ്റവും വേഗം നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്താലാണ് അവർക്കൊരു ഷുവർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞാനിതിലെന്തായാലും ഡോണറായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സ്വാബ് കിറ്റ് അയച്ചിട്ടുണ്ട്. നമ്മളെ ഗ്യാങ്ങിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പറ്റുന്നവരെല്ലാവരും ചെയ്യുക. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ കയറി ഫോം ഫില്ല് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സ്വാബ് കിറ്റ് വരും. സ്വാബ് കിറ്റിൽ നിങ്ങളെ സ്വാബ് എടുത്ത് തിരിച്ചയച്ചു കൊടുക്കുക. മാച്ചിങ് ആണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഒരിക്കലും ഇത് നിങ്ങളെ എന്താ പറയുക, ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കോൾ വരിക. അപ്പം നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. ആ ടൈം നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും പറ്റുന്നവരെല്ലാവരും കയറി രജിസ്റ്റർ ചെയ്യുക. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ പറയുന്നത്, ഇനി നിങ്ങൾക്ക് ഡോണർ ആവാൻ വേണ്ടി താല്പര്യം ഇല്ലെങ്കിൽ, ചിലപ്പോൾ ഡോണർ ആകാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. ഡൊണേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഒന്ന് പോയിട്ട് ബാക്കിയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങാം. ഫോട്ടോ ആണോ? ഫോട്ടോ എടുക്കണോ? ഷെയ്ക്കേണ്ടി വരില്ല. ഫോട്ടോ എടുക്കണോ? വേണ്ട. എല്ലാവരും ഒരുമിച്ചിരിക്കോ? ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻഷാല്ലാ എല്ലാരോടും ബൈ. ഉമ്മ ഹൈസി പോട്ടോമാ സുഖല്ലേ? ഇതാരാ? ചേട്ടനെ വരിക. ഓക്കെ. എന്നെ സംബന്ധിച്ച് എനിക്ക് 3 കുഞ്ഞുങ്ങൾ. ആ 3 കുഞ്ഞുങ്ങൾ എത്ര നാൾ വരെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഡോക്ടേഴ്സ് പറയുന്നത് ഒരു 20-22 വയസ്സ് വരെ ഈ ഒരു രീതിയിൽ പോവുകയാണ്. അതായത് നമുക്കൊരു ട്രാൻസ്പ്ലാന്റിനൊരു ഇതില്ലാതെ നിൽക്കുന്നൊരു സമയമാണല്ലോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 22 വയസ്സ് വരെ അവർ ജീവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളില്ല. ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്, നാളത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ഉണ്ടാകുമോ എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാസം സെറ്റ് ഈ ടൈമിലൊക്കെ എൻ്റെ കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. സമയം എങ്ങനെ കടന്നു പോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. 2ാമത്തെ തവണയാണ് ആ ഒരു സിറ്റുവേഷനിലോട്ട് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ഹാർട്ട് ഫെയിലായി, അതിനി നിങ്ങൾ നോക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ജീവിതം തന്നെ ആയിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതെല്ലാം ശരിയാവുമോ? ഞാൻ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി മനസ്സിലാവും. എന്തായാലും ശരിയാവല്ലോ.
എന്തായാലും ഡോണേഴ്സിനെ കണ്ടുപിടിക്കും. അതെ, അതാണ് വേണ്ടത്. പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ നമുക്ക് മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രജിസ്ട്രേഷൻസ് കൂട്ടാനുണ്ട്. അതിന് മാക്സിമം ഞാൻ എൻ്റെ മൊത്തം എഫേർട്ടിൽ ഇടുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ ബൈ ഗൈസ്, എല്ലാവരും ബൈ. അപ്പോൾ ഗൈസ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ഒരു ഭയങ്കര ഒരു അവസ്ഥയാണത്. ആ ഉമ്മ അനുഭവിക്കുന്ന ഒരു ട്രോമയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയാണ്. ഞാൻ പല പേഷ്യൻസിനെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ, കാരണം ആ ചെറിയ ചെക്കൻ എല്ലാ ദിവസവും മരുന്നിങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഒരു മെഷീൻ മേത്ത് ഘടിപ്പിച്ചിട്ടാണ് ജീവിക്കുന്നത് ഓരോ ദിവസവും. അതും പൈസയോ ഇതോ കൊടുത്തോ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു സാധനമാണ് അവർക്ക് ആവശ്യം. ആൾക്കാർ ഡൊണേറ്റ് ചെയ്താൽ മാത്രം, അത് സെല്ല് ഡൊണേറ്റ് ചെയ്താലും 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ മാച്ച് ആവും. മനസ്സിലാവും. മാക്സിമം ആൾക്കാർ രജിസ്റ്റർ ചെയ്യുക. ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇടക്കിടക്ക് പറയുന്നു കൊണ്ട് വേറൊന്നും വിചാരിക്കണ്ട. എനിക്ക് മാക്സിമം രജിസ്ട്രേഷൻസ് ഇതിൽ വേണം. എന്തായാലും നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ഇന്നലത്തെ വ്ളോഗിന്റെ പകുതിക്ക് വെച്ച് നിർത്തണ്ടാവും. ഇന്നലത്തെ വ്ളോഗ് ഞാൻ പിന്നെ എടുക്കാൻ മറന്നുപോയി ബാക്കി. അപ്പോൾ അതൊന്ന് എൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും ഇവിടെ ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഫോർട്ട് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളെ ഗ്രേസ് പറഞ്ഞ് നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ഒരു ബോധവൽക്കരണം ചെയ്യാം. അതായത് നമ്മളെ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ്റെ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നമുക്കൊന്ന് ബോധവൽക്കരണം ചെയ്യാം. പബ്ലിക്കിനും കൂടി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ബ്രോ വാ. അപ്പോൾ നമ്മൾ ഇന്ന് ബോധവൽക്കരണം ചെയ്യാൻ പോയെന്നല്ല, ആൾക്കാരെ കൊണ്ട് നമ്മൾ സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്യിപ്പിക്കാൻ പോയത്. അതാണ് ഇന്നത്തെ പരിപാടി. ബഹുമാനപ്പെട്ട ഗ്രേസ് അവർകൾ പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സ്റ്റെം സെൽ ഡൊണേഷൻ്റെ ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ആൾക്കാരെ അവെയർ ചെയ്യാൻ പോയത്, അവെയർനെസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബലൂൺ വീർപ്പിച്ചിട്ട് ഒരു സംഭവം അറിയുന്നത്. അതായത് ഒരു ചുവന്ന ബലൂൺ വീർപ്പിച്ചിട്ട് ആൾക്കാർക്ക് ആ ബലൂൺ കൊടുത്തിട്ട് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. വില്ലിംഗ് ആണെങ്കിൽ പിന്നെ ക്യാൻസറിനെ പറ്റി അറിയാവോ, അല്ലെങ്കിൽ സ്റ്റെം സെൽ എന്താണെന്ന് അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർക്ക് അറിയില്ലെങ്കിൽ പൊട്ടിച്ചോളയോ. അങ്ങനെ നമുക്ക് നോക്കാം. ഗ്രേസിന്റെ ഐഡിയ ഫ്ലോപ്പ് ആവോ വിന്നാവോ നമുക്ക് നോക്കാം. പിള്ളേർക്ക് കൊടുക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഒരു ക്യാമ്പയിൻ ആയിരുന്നു, ഇതൊന്ന് വാങ്ങുമോ? ഒരു ക്യാൻസറിനെതിരെയുള്ള ഒരു ക്യാമ്പയിനാണ്. ഞാൻ ക്യാൻസറിന് ആദ്യം കൊടുത്തരം വാങ്ങിയില്ല, പിന്നെ ക്യാൻസറിനെതിരെയുള്ള ക്യാമ്പയിനാന്ന് പറഞ്ഞു, എന്നിട്ട് പോലും വാങ്ങുന്നില്ല. ജീവിതത്തിലും ഇതന്നെ നല്ല അവസ്ഥ. ഓക്കെ, അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളിലൂടെ നമ്മൾ നടക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ക്രൗഡുള്ള ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് ബോധവൽക്കരണം ചെയ്യാം. സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണം നമുക്ക്. നിങ്ങൾക്ക് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളിവിടെ ഒരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. അതായത് സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ തൽസീമിയ, ബ്ലഡ് ക്യാൻസർ എല്ലാം പോലുള്ള രോഗികൾക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഈ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. അത് ഭയങ്കര റെയറാണ്, എവിടെയും കിട്ടൂല. അപ്പം അതിൻ്റെ രജിസ്ട്രേഷൻ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു മിഷനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കി ഗ്രേസ് പറയും. അപ്പോൾ നമുക്ക് ഈ ക്യാൻസർ പേഷ്യൻസിനും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു ഈ കീമോതെറാപ്പി, റേഡിയേഷനൊക്കെ നമ്മൾ കേൾക്കാറില്ല. അതേപോലെ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് സ്റ്റെം സെൽ. നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ നിന്ന് പേഷ്യൻറ്റിന് ഒരു സ്റ്റെം സെൽ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ പോലെ തന്നെ ബി പോസിറ്റീവ്, എൻ്റെ ബി ആണെങ്കിൽ എനിക്ക് ബി പോസിറ്റീവ് ഒരാൾ തരാൻ പറ്റത്തുള്ളൂ. അതേപോലെ സ്റ്റെം സെൽ കൊടുക്കണമെങ്കിൽ HLA എന്ന് പറഞ്ഞൊരു സാധനം മാച്ച് ചെയ്യണം. അത് സാധാരണ മാച്ച് ചെയ്യുന്ന നമ്മുടെ ഏത് ഏരിയ വരുന്നത്, നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട്. ഞാനിപ്പോൾ കോഴിക്കോട് എന്നുള്ള ഒരാളാണെങ്കിൽ കോഴിക്കോട് തന്നെ ആരെങ്കിലും ആയിരിക്കും എനിക്ക് മാച്ച് ആവാൻ ചാൻസ് ഉള്ളത്. അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ കുറേ ക്യാൻസർ പേഷ്യൻസ് ഇങ്ങനെ മാച്ച് കിട്ടാതെ, അതായത് ആരും എനിക്ക് തരാനില്ല, എനിക്ക് മാച്ച് കിട്ടാതെ കുറേ പേര്. അപ്പം നമുക്ക് DKMS എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു NGOയിൽ വർക്ക് ചെയ്യുകയാണ്. നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും പേഷ്യൻ്റ് എന്താണ് ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. നമ്മൾ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ എടുക്കുന്നത് ബ്ലഡിന് പകരം സ്റ്റെം സെല്ലാണ് എടുക്കുക. അതായത് നമ്മൾ കയ്യിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിലുള്ള സ്റ്റെം സെൽസ് മാത്രം മാറ്റിയെടുത്തിട്ട് ബ്ലഡ് തിരിച്ച് ഇതാക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്വാബ് കിറ്റ് നമ്മൾ നിങ്ങൾക്ക് അഡ്രസ്സിലേക്ക് അയച്ചു തരും. അപ്പോൾ അതിൽ ഒരു കോട്ടൺ ബഡ്, അത് നമ്മൾ മൗത്തിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ റബ്ബ് ചെയ്തിട്ട് നമ്മളത് തിരിച്ച് ആ സെയിം കവറിലിട്ടിട്ട് നമ്മൾ തിരിച്ചയക്കണം. അത് നമ്മൾ വീട്ടിലൊന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും. അപ്പം അത് വെച്ചിട്ടാണ് പിന്നെ നമ്മളിത് നമ്മൾ HLA എന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു HLA ടെസ്റ്റ് നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സ്വാബ് നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ അയച്ചു തരും. നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഇൻഫോർമേഷൻ. അല്ലെങ്കിൽ ഈ ഒരു QR കയറി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ആ ഒരു പോർട്ടലിലേക്ക് കയറാം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഉണ്ട്. എൻ്റെ ഇൻസ്റ്റയിലെ ബയോയിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, അവിടെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറി നോക്കുക. ഓക്കെ, അപ്പോൾ
ആ പിന്നെന്താ മമ്മൂന്റെ വായിൽ മമ്മു സംസാരിക്കാൻ വേണ്ടി വായി തുറക്കുന്നതന്നെ ഈ ജിഞ്ചർ സോഡ ബൂസ്റ്റ് ഒതുക്കി തിന്നലും സമൂസ ഇതെല്ലാം അല്ലാണ്ട് വേറെ അന്ന് ഇവ എന്നോട് ചൂടായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ട്രെയിനിന്ന് ചൂടായത്. ഷൊർണൂർ ഇറങ്ങിപ്പോയത്. ഷൊർണൂർ ഇവൻ ഇറങ്ങിയല്ലോ, അതായത് ഇവന് വിശന്നിട്ട് ഇവൻ ഷൊർണൂർ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു ഞാൻ ബിരിയാണി കഴിച്ചിട്ടേ ഞാൻ ഇനി വരുമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ദേഷ്യം പിടിച്ച്. എന്നിട്ട് അവിടുന്ന് ബിരിയാണിയും കഴിച്ച് 3 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആയിട്ട് വേറെ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ കണ്ണൂർ പോയത്. ബ്രോ ഇതല്ല സുഖല്ല. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല ബ്രോ. ഇല്ല, അതിനത് ലൈൻ അടിക്കാനല്ല, അങ്ങനെയല്ല, പെണ്ണ് കെട്ടാനല്ല പറയുന്നത്. നമ്മളെ ഒരു അവയർനെസ് ക്യാമ്പ് പോയിട്ട് ഇറങ്ങിയതാ. അതായത് ഈ ബ്ലഡ് ക്യാൻസർ രോഗികൾക്കുള്ള ഒരു ക്യാമ്പയിനായിട്ട് ഇറങ്ങിയതാ. അതിൻ്റെ ഒരു സ്റ്റെം സെൽ ഡൊണേഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ല. അറിയാൻ താല്പര്യമുണ്ടോ? സ്റ്റെം സെൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഈ തൽസീമിയ, ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ പെട്ട് ജീവിക്കുന്നവർക്ക് ഉള്ള ക്യൂറായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലഡ് അല്ല കൊടുക്കുന്നത്. അതിന് പകരം നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് മാത്രം ഡൊണേറ്റ് ചെയ്തിട്ട് ബ്ലഡ് നമുക്ക് തിരിച്ച് ഇതിൽ കയ്യിലേക്ക് തന്നെ ഇടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ലിങ്ക്, എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ബയോയിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും, പോയി രജിസ്റ്റർ ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾ മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി ഫുള്ളി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ. ഈ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവുന്ന പോലെ ചിലപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇങ്ങനെ രോഗമുള്ള ഒരു പേഷ്യൻ്റ് സാറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇത് മാച്ച് ആവും, HLA എന്ന് പറഞ്ഞ സാധനം മാച്ച് ആയ സ്റ്റെം സെൽ കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ചാലഞ്ചോ? എന്നാൽ ഞാൻ അങ്ങോട്ടൊരു ചാലഞ്ച് തരാം. അല്ല, ഞാൻ അങ്ങോട്ടൊരു ചാലഞ്ച് തരാം. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഉറപ്പായിട്ടും. വാ ഗ്രേസ്, ആളെ കിട്ടിയിട്ടുണ്ട്. ഗ്രേസ് കമാൺ. അപ്പോൾ അതായത് നമ്മളൊരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിയത്. അതായത് ഈ ബ്ലഡ് ക്യാൻസർ, തൽസീമിയ പോലുള്ള രോഗങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞൊരു സാധനം ഡൊണേറ്റ് ചെയ്ത് അവർ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡൊണേഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ക്യാമ്പയിനുമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഇൻസ്റ്റയിൽ ബയോയിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിൽ പോയി രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് ഡോണറായി മാറാം. ഈ ഡൊണേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ. പക്ഷേ ബ്ലഡ് അല്ല എടുക്കുന്നത്. ബ്ലഡിന് പകരം ബ്ലഡ് എടുത്തിട്ട് ബ്ലഡിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റെം സെൽ എന്ന് പറഞ്ഞൊരു സാധനം എടുത്തിട്ട് ബ്ലഡ് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുക. അതാണ് പരിപാടി. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യാം. അതൊക്കെ എന്താണ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അതിനെന്താ, നമ്മൾ 4th ജില്ലയിൽ നടക്കുമ്പോൾ ഇവരെ കണ്ട് ഇവരെന്തോ ചാലഞ്ച് വീഡിയോ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളോട് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും എടുക്കാം. ഫോളോവറല്ല. അപ്പം ഞാൻ തിരിച്ചൊരു പ്രപ്പോസൽ പറയാം. അതായത് പൈസ വേണ്ട, പൈസക്ക് പകരം ഞാനൊരു കാര്യം പറയാം. നമ്മളിവിടെ ഒരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു DKMS എന്ന് പറഞ്ഞൊരു ഇതിൽ നമ്മളെ തൽസീമിയ, ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്റ്റെം സെൽ ഡൊണേഷനായിട്ട് ബന്ധപ്പെട്ട നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് പൈസ വേണ്ട, അതിന് പകരം ബ്രോ ഇതിൽ രജിസ്റ്റർ ചെയ്യും. ഉറപ്പാ? ഉറപ്പായിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ എന്താണ് താല്പര്യം ഉണ്ടെന്നല്ലേ. താങ്ക് യു ബ്രോ. അപ്പോൾ ബൈ ഗൈസ്, സീ യു. നല്ല പോലെ എടുക്ക്. ഇവരോട് എടുത്തു തരാൻ പറ. ഇപ്പൊ കിട്ടുന്നുണ്ടല്ലോ. ഒരു ഫുൾ സൈസ് എടുത്തു തരുമോ? നമ്മള് ഇവിടെ അല്ല നമ്മളൊരു ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ബ്ലഡ് സ്റ്റെം സെൽ ഡൊണേഷൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് താല്പര്യം മാത്രം പോയി രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പം നമ്മൾ ഒരു സ്വാബ് കിറ്റ്, കാരണം നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ, അതുപോലത്തെ ഒരു സ്വാബ് കിറ്റ് നമ്മൾ വീട്ടിലേക്ക് അയച്ചു തരും. അപ്പം നമ്മളുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പിന്നെ നമ്മുടെ മൗത്തിൻ്റെ അകത്താണ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, പിന്നെ ഈ ഒരു പോർഷനും നമ്മൾ റബ്ബ് ചെയ്തിട്ട് നമ്മളത് തിരിച്ച് ആ ഒരു കിറ്റിൽ തന്നെ പാക്ക് ചെയ്തിട്ട് തിരിച്ചയക്കണം. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോലെ തന്നെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. അതിന് HLA ടൈപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പം അത് ഒരു ക്യാൻസർ ബാധിച്ച ഒരാളുടെ HLA ആയിട്ട് മാച്ച് ആവുകയാണെങ്കിൽ, നമ്മളുടെ HLA ക്യാൻസർ ബാധിച്ച ഒരാളുടെ HLA ആയിട്ട് മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഡൊണേഷൻ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നാളെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ HLA നമ്മളുടെ കയ്യിൽ, നമ്മളുടെ എന്ന് പറഞ്ഞാൽ അത് അവൈലബിൾ ആയിട്ടുണ്ടാവും, എസ്പെഷ്യലി ഹോസ്പിറ്റൽസിൻ്റെ കയ്യിൽ. അപ്പം നാളെ ഒരു പേഷ്യൻറ്റിന് നിങ്ങളുടെ HLA മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കെല്ലാം നോക്കിയിട്ട് നമ്മൾ ആ സമയത്ത് നിങ്ങളുടെ ഫുൾ ബോഡി ചെക്കപ്പും എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് നിങ്ങളതിന് കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ പ്രൊസീഡ് ചെയ്യത്തുള്ളൂ.
അപ്പം ഇതാണ് ഒരു പ്രോസസ്സ്. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. സോ നമ്മൾ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അതെ, സോ നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ പേജിൻ്റെ ബയോയിൽ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കയറി രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഒരുപാട് ക്യാൻസർ ആയിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് പേര് ഈ ഒരു സ്റ്റെം സെൽ ഈ ഒരു കിട്ടാതെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. സോ അവർക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ലൈഫിൽ കൊടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് സാർ. ഒരു 2 മിനിറ്റ്, നമ്മുടെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പയിനായിട്ട് വന്നതാണ്. 2 മിനിറ്റ് ഉണ്ടോ? ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ ഉണ്ടോ? ഓക്കെ, വാ. ആ, ഒരു ക്യാമ്പയിനാണ്. അതായത് അതെ 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 ഉണ്ട്. ഇതാണ് പരിപാടി. സോഷ്യൽ സർവീസ്. അതെ. എങ്ങനെ? നന്നായിട്ടുണ്ട്. സാറിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വന്നു? ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോയല്ലേ? അതെ. എനിക്കറിയത്തില്ലായിരുന്നു അതിനെ. നമ്മളിന്ന് പരിപാടിയിലൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ? നിങ്ങളൊക്കെയാണല്ലോ ഇത് സ്ട്രീമിൽ നിൽക്കുന്നത്. അതെ. അപ്പൊ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സാറ് സുഖമായിട്ടിരിക്കുന്നോ? സ്റ്റെം സെൽ എന്ന് പറയും. അപ്പോൾ അത് ക്യാൻസർ ഉള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള ബ്ലഡാണ്. നിങ്ങൾ ഏതെങ്കിലും അല്ല ബ്ലഡ് അല്ല ഇത് പറയുന്നൊന്ന് കേൾക്കും. നിന്റെ ശരിക്കും പേരണ? നിഹാദ്. നിഹാദെ? മറ്റേ പേര് വിളിക്കുമ്പോൾ എനിക്കും എന്തോ ഒരു അലർജി പോലെ. കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ നിഹാദെ, ഈ എന്തെങ്കിലും ബ്ലഡ് കൂടുതൽ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ എമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്ത് അത് ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. സീരിയസ്ലി പറയാം. അതെ, ഉറപ്പായിട്ടും. അങ്ങനെ പറ്റും. പക്ഷെ ഇതിന്റെ കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല. ഈ ബ്ലഡിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അധികാരം ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ഈസ്തെറ്റിക് ട്രീറ്റ്മെന്റ് പ്രൊഫഷണലല്ലേ വരുന്നുള്ളൂ. സാധാരണക്കാരന് ആവശ്യം വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി ജീവിക്കുക. അവരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള മക്കളാണ് നിങ്ങളെയൊക്കെ സ്നേഹിക്കുകയും സർക്കുലേഷൻ തരികയും. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കോട്ടയത്തുള്ള 3 കുട്ടികളുണ്ട്. ഒരു ഫാമിലിയിലുള്ള 3 കുട്ടികൾക്ക് തൽസീമിയ എന്ന് പറഞ്ഞൊരു അസുഖം ബാധിച്ചിട്ട് അവർക്ക് സ്റ്റെം സെല്ലിന്റെ ആവശ്യമുണ്ട്. ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. പക്ഷെ അവരാണ് ഇപ്പൊ ഏറ്റവും പ്രയോറിറ്റി. ഇതിന് നിങ്ങൾ ഈ നിങ്ങളുടെ യൂട്യൂബ് വഴി പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ടോ? അതെ, ഇത് യൂട്യൂബിന് വേണ്ടി ചെയ്യുന്ന. നമ്മൾ ഓൾറെഡി 2-3 വീഡിയോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. അതെ, താങ്ക് യു. ഓക്കെ, വിഷ് യു മെനി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. മമ്മൂനെ ഇരുത്തി നോക്കിയേട്ടാ പോലീസുകാരൻ. ഞാൻ പിന്നെ ഇങ്ങനൊരു ഗുഡ് കോസിന് ഇറങ്ങിയോണ്ട് മാത്രം തിരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. ഓക്കെ വാങ്ങി നിൽക്കാല്ലാണ്ട് വേറെ വഴിയില്ല. അല്ലേ നാളെ ഇങ്ങനെ പറഞ്ഞേ മമ്മൂനോട്, നിന്റെ എന്തായിരുന്നു കുളിച്ചീനോ എന്തേലും? ഇവന്മാരെ ഓരോ കോമാളിത്തരങ്ങളാണെന്ന് അത് കണ്ട് കൈയടിക്കാൻ കാര്യം പറയട്ടെ. ഈ DKMS അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻസിന്റെ ഈ അവയർനെസ് അല്ലായിരുന്നു ഇതെങ്കിൽ അവിടെ ഒരു 15 മിനിറ്റ് ഓടിക്കാനുള്ള അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കോൺവെർസേഷൻ അവിടെ നടന്നേനെ. അവർക്ക് തിരിച്ച് പറയാൻ പറ്റാത്ത ലെവലിൽ ഞാൻ ഊക്കിയാണ്, ഞാൻ സംസാരിച്ചു തരാം. പക്ഷെ ഇതൊരു ഗുഡ് കോസിന് ഇറങ്ങിയോണ്ടും നമ്മളല്ല ഇതിൽ ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ നമ്മളല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് രോഗികളോ മനസ്സിലാവും. അവർക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയോണ്ട് മാത്രം ഈ വീഡിയോ ഒരു നല്ല രീതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം നമുക്കത് വിടാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ബോധവൽക്കരണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോകാന്ന്. അപ്പോൾ താങ്ക് യു ഗ്രേസ്, താങ്ക് യു സൗരഭ്. ഇങ്ങനെ ഒരു നല്ല ഒരു ദിവസമായിരുന്നു. നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി. കുറേ ആൾക്കാരെ ബോധവൽക്കരിച്ചു, കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് വിശ്വാസം. അപ്പോൾ താങ്ക് യു ഗൈസ്. എന്തെങ്കിലും എക്സ്ട്രാ പറയാനുണ്ട്, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവസാനമായിട്ട്? ഫസ്റ്റ്ലി താങ്ക് യു കൈൻഡേഷൻ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും. അപ്പോൾ ഇനിയും ഇത് കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ കണ്ട ഫാമിലി അവർക്കൊരു മാച്ച് കിട്ടിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാറ്റിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് ലൈവിൽ ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ ലാഭം എന്താ, ഇതിൻ്റെ ഫണ്ടർ ആരാ, ഇത് പേഷ്യൻസിൻ്റെ നിന്ന് പൈസ വാങ്ങുന്നുണ്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള ഇതും പറഞ്ഞിട്ടുണ്ട്. ഓർഗൻ ട്രാഫിക് ആണോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. എന്തെങ്കിലും നല്ലൊരു കാര്യം ആരെങ്കിലും
ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പല നെഗറ്റീവ്, പ്രത്യേകിച്ച് എൻ്റെ ചാറ്റിൽ ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. അപ്പം ഇവരോടൊന്നും ഓരോരുത്തരോടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഒരു ഫോർമാലിറ്റീൻ്റെ പേരിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ പിന്നെ കാര്യങ്ങൾ. ട്രാഫിക് അങ്ങനൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ട ഡോക്ടർ സായ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇതേപോലെ വന്ന ഒരു ഡോണറാണ്, DKMS സ്റ്റാഫ് ഒന്നും അല്ല. ഇതേപോലെ ഡൊണേറ്റ് ചെയ്ത ഒരാളിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം കേട്ടത്. അപ്പം അങ്ങനെ ഒരു കാര്യം പേടിക്കേണ്ട. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ പോയി സെർച്ച് ചെയ്യാൻ, ഗൂഗിൾ സെർച്ച് ചെയ്തതിനെ പറ്റി പഠിക്കുക. ഒരു നല്ലൊരു കോഴ്സാണ്, നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ഇത് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് ഇതിന് വേണ്ടി കാശ് വാങ്ങിക്കുന്നുണ്ട്. ഇതിന് ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ് ഈ സ്റ്റെം സെൽ. ആക്ച്വലി ഇവര് അങ്ങോട്ടാണ് പേഷ്യൻസിന് അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. ഇത് ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. പക്ഷേ അതായത് ഈ മെഷീനിൽ കൂടെ ഈ സ്റ്റെം സെൽസ് മാത്രം എടുക്കുക, അതിനുള്ള ഹെൽത്ത് ചെക്കും ബാക്കി കാര്യങ്ങളും ചെയ്യുക, ഡോണേഴ്സിനുള്ള ഇൻഷുറൻസും ബാക്കി കാര്യങ്ങളും, അങ്ങനെ കുറച്ച് കോസ്റ്റ് ഇൻവോൾവ് ആണ്. നമ്മൾ ഹോസ്പിറ്റൽസ്, അതായത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്, ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ഉണ്ട്, അവരുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ അത് കോസ്റ്റ് മാത്രമാണ്. നമുക്ക് അതിൽ നിന്ന് വരെ നമ്മൾ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു NGO ആണ്. അതെ, അപ്പം ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് നെഗറ്റീവ് കമൻസ് എല്ലാം ഇടുക. അപ്പം സരോ ബ്രോ, എനി ലാസ്റ്റ് വേർഡ്സ്? എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇന്ത്യയിൽ ഇങ്ങനെ നമുക്ക് ചുമ്മാ പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പം ഒരു NGO ആണെങ്കിലും നമുക്ക് ഇപ്പം ഓർഗൻ ട്രാഫിക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെല്ലാ ഇവിടെ നമ്മുടെ രാജ്യത്ത് പല റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രൂഫായിട്ട് കൊണ്ടുവരും. ഇപ്പം അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ചാറ്റിൽ അവർ ഇതാക്കി പറയുന്നത് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഓർഗൻ ട്രാഫിക്, അതെല്ലാം അത്രയും കാര്യങ്ങളാണ്, അതിനൊന്നും റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് നമുക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അവർ നമ്മൾ കിറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. സോ അത് കിട്ടിയാൽ അത് അവർ റിട്ടേൺ ചെയ്യുക. ബാക്കി മാക്സിമം പറ്റുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നിങ്ങളുടെ കോളേജസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിൽ ഇനി ആൾക്കാരിലോട്ട് ഈ ഒരു നല്ലൊരു കോസ്റ്റിന് വേണ്ടി ഈ ഒരു ഇത് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ ആ DKMS ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് വന്നിട്ട് കോളേജിലോ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോ അങ്ങനത്തെ ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ വന്ന് അവിടെ ക്യാമ്പയിൻ ചെയ്ത് ആൾക്കാരെ ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പറ്റുന്നവരെല്ലാം രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം താങ്ക് യു ഗ്രേസ്, താങ്ക് യു സൗരഭ്, ബൈ ഗൈസ്. അപ്പോൾ ഇവർ പോകാൻ പോവാം, നമ്മൾ വേറെ വഴിക്ക് പോകാൻ പോയെന്ന്. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ, സീ യു.